നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം വധക്കേസ്. പയ്യന്നൂരിൽ ജനകീയ സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സമരം പിന്നിട്ടത് 2 മാസം. ഒരു ദേശം മുഴുവൻ മുറവിളിയുയർത്തിയിട്ടും അനുകൂല തീരുമാനമെടുക്കാതെ സർക്കാർ. ഈസ്റ്റേൺ ഏരിയയിലെ ഗ്രൂപ്പ് പോരും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അച്ചടക്ക നടപടിയും. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തില്ലെന്ന് ഉറപ്പായി. കണ്ണൂർ ബൈന്ദൂർ പാസഞ്ചറിന് ഏഴിമലയിൽ സ്റ്റോപ്പ് അനുവദിക്കുക, സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കുഞ്ഞിമംഗലം റെയിൽവേ സ്റ്റേഷനു മുന്നിൽ ജ്വാലാപ്രവർത്തകരുടെ ധർണ. വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനുമെതിരെ ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ പാഠപുസ്തക സമരം. SFIയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുസ്തകവണ്ടി ജനശ്രദ്ധ പിടിച്ചുപറ്റി. തൃക്കരിപ്പൂർ ടങ്കയം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് സൗകര്യം സാധാരണക്കാരായ രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നതായി പരാതി. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാൻ സർക്കാർ ആശുപത്രിയിലെ ചിലർ ചരടുവലിക്കുന്നതായും ആക്ഷേപമുയരുന്നു. മാടായിയിലെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി കോൺക്രീറ്റ് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുടെ സാമൂഹ്യ സേവന പ്രവർത്തന മാതൃക. പ്രസിദ്ധമായ മലബാർ ജലോത്സവത്തിന് ഇത്തവണ കൗവായിക്കായൽ വേദിയാകും. ഓഗസ്റ്റ് 29-ന് കൗവായിക്കായലിലെ ഇടയിലക്കാട് ബണ്ട് പരിസരത്ത് നടക്കുന്ന ജലമേളയുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഹക്കീം വധക്കേസ്. പയ്യന്നൂരിൽ ജനകീയ സംയുക്ത സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2 മാസം തികച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഐക്യദാർഢ്യവുമായി സമരത്തിനൊപ്പം അണിനിരന്നിട്ടും സമരസമിതിയുടെ ആവശ്യങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഹക്കീമിന്റെ കൊലയാളികളെ പിടികൂടുക, അല്ലെങ്കിൽ അന്വേഷണം CBI ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് C. കൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹ സമരം 3-ാം മാസത്തിലേക്ക് കടന്നു. സമരത്തിന് പിന്തുണ അറിയിച്ച് സംഘടനകളും പ്രമുഖരും സമരപ്പന്തലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് MK മനോഹരൻ, പ്രമുഖ ചിത്രകാരൻ പൊന്നിൻ ചന്ദ്രൻ എന്നിവരും സമരപ്പന്തലിലെത്തി. രാമന്തളി പൗരാവലിയും പ്രകടനം നടത്തി. PP ജനാർദ്ദനൻ അഭിവാദ്യമർപ്പിച്ചു. പയ്യന്നൂർ ഖാദി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു. EP കരുണാകരൻ പ്രസംഗിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തില്ല. ഈസ്റ്റേൺ ഏരി പഞ്ചായത്തിൽ പണിതുയർത്തിയ പുതിയ കാര്യാലയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും മുഖ്യമന്ത്രി പിന്മാറിയത് ഈസ്റ്റേൺ ഏരിയയിൽ മറനീക്കി പുറത്തുവന്ന ഗ്രൂപ്പ് കോൺഗ്രസ് വടംവലിയുടെ ഭാഗമായാണെന്നും സൂചനയുണ്ട്. KPCC പുറത്താക്കിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിക്കാനാവില്ലെന്ന നിലപാടിലാണത്രേ മുഖ്യമന്ത്രി. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനായിരുന്നു ഈസ്റ്റേൺ ഏരി പഞ്ചായത്തിന്റെ നീക്കം. എന്നാൽ കഴിഞ്ഞ ദിവസം ഐ ഗ്രൂപ്പ് നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ ജെയിംസ് പന്തമാക്കലിനെ KPCC പ്രസിഡന്റ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതോടെ മുഖ്യമന്ത്രി വരുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് ഞായറാഴ്ച ജെയിംസ് പന്തമാക്കൽ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും താൻ ഉദ്ഘാടനത്തിനെത്തിയാൽ അത് KPCC ധിക്കരിക്കലായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്രേ. എന്നാൽ തങ്ങൾ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് ഈസ്റ്റേൺ ഏരി പഞ്ചായത്തിൽ ഇനിയും പല വികസന പ്രവർത്തനങ്ങളും നടത്താനുണ്ടെന്നും അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സഹായം അഭ്യർത്ഥിക്കാനായിരുന്നുവെന്നും ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു. മുഖ്യമന്ത്രി വരാതിരിക്കാനായി A ഗ്രൂപ്പ് നടത്തിയ കുടിലതന്ത്രത്തിന്റെ ഭാഗമാണ് സംഭവവികാസങ്ങളെല്ലാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന്റെയും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്താത്തതിന്റെയും പശ്ചാത്തലത്തിൽ ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് യോഗം ചേർന്നു. ചിറ്റാരിക്കാലിൽ നടന്ന യോഗത്തിൽ കൃത്യസമയത്ത് തന്നെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം നടത്താനും ചിറ്റാരിക്കൽ ടൗണിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. ജെയിംസ് പന്തമാക്കലിനെ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി പ്ലാച്ചേരി, തോമസ് മാത്യു മണ്ണനാനിക്കൽ, ജോയ് വണ്ടനാനി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി ജെയിംസ് എന്നിവരടക്കം 9 വാർഡ് മെമ്പർമാർ, യൂത്ത് കോൺഗ്രസ്, KSU ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
കണ്ണൂർ ബൈന്ദൂർ പാസഞ്ചറിന് ഏഴിമലയിൽ സ്റ്റോപ്പ് അനുവദിക്കുക, സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കുഞ്ഞിമംഗലം ജ്വാല ആർട്സ് സെന്റർ ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ ധർണ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രിക ധർണ ഉദ്ഘാടനം ചെയ്തു. പാസഞ്ചർ ട്രെയിൻ എന്ന രീതിയിൽ എന്നാണ് നാം പ്രതീക്ഷിച്ചത്. കണ്ണൂർ ബൈന്ദൂർ പാസഞ്ചർ വണ്ടിക്ക് ഏഴിമലയിൽ സ്റ്റോപ്പ് അനുവദിക്കുക, സ്റ്റേഷനോടുള്ള റെയിൽവേയുടെ അവഗണന അവസാനിപ്പിക്കുക, സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, സ്റ്റേഷനിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജ്വാല ആർട്സ് സെന്റർ ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഏഴിമല റെയിൽവേ സ്റ്റേഷനിലേക്ക് ധർണ നടത്തി. ജ്വാല സെക്രട്ടറി പ്രദീപൻ സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് പ്രസിഡന്റ് രതീഷ് കുമാർ അധ്യക്ഷനായി. നോർത്ത് മലബാർ പാസഞ്ചർ കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി പി വി രമേശൻ ആശംസാ പ്രസംഗം നടത്തി. പി വിനോദ് നന്ദി പറഞ്ഞു. SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാഠപുസ്തക സമരത്തിന്റെ ഭാഗമായി SFI മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുസ്തകവണ്ടി ജനശ്രദ്ധ പിടിച്ചുപറ്റി. പുസ്തകവണ്ടി പ്രയാണം കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. DYFI കുഞ്ഞിമംഗലം നോർത്ത് മേഖലാ സെക്രട്ടറി CK പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു. അധ്യയന വർഷം ആരംഭിച്ചിട്ട് മാസങ്ങളായെങ്കിലും പാഠപുസ്തകം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പാഠപുസ്തക സമരത്തിന്റെ ഭാഗമായാണ് പുസ്തകവണ്ടി പ്രയാണം സംഘടിപ്പിച്ചത്. SFI മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പുസ്തകവണ്ടി മാടായി ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച് മാടായി ബോയ്സ്, കൊട്ടില, ചെറുതാഴം, കടന്നപ്പള്ളി എന്നിവിടങ്ങളിൽ പുസ്തക വിതരണത്തിന് ശേഷം കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. സമാപന യോഗം DYFI കുഞ്ഞിമംഗലം നോർത്ത് മേഖലാ സെക്രട്ടറി CK പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഷിബു കെ അധ്യക്ഷനായി. മാടായി ഏരിയ സെക്രട്ടറി അനീഷ് DP, ജിജിൻ, ജിതിൻ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് STUവിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ മതസൗഹാർദ്ദ സംഗമം. മതസംഗമം STU സംസ്ഥാന ട്രഷറർ MA കരീം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളിൽ സ്നേഹവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ച് പഴയങ്ങാടി BV റോഡിൽ നടന്ന സംഗമത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് പഴയങ്ങാടി SI പ്രിജു ഉപഹാര സമർപ്പണം നടത്തി. മാടായി പള്ളി ഖതീബ് മുത്തലിബ അസ്ലമി, ഫാദർ മിത്രൻ എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MB മഹമ്മൂദ്, B ഷംസുദ്ദീൻ, VPP ഹമീദ്, POP മുഹമ്മദ് അലി, K പത്മനാഭൻ, MB ഉണ്ണികൃഷ്ണൻ, V വിനോദ്, K സയ്യിദ്, K ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് സൗകര്യമുണ്ടെങ്കിലും നിർധനരായ രോഗികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് പരാതി ഉയരുന്നു. തിങ്കളാഴ്ച ആശുപത്രിയിൽ മരണപ്പെട്ട ആളുടെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ ബന്ധുക്കൾക്ക് ആംബുലൻസ് ലഭിക്കാൻ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. സ്വകാര്യ ആശുപത്രിക്കാരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആശുപത്രിയിലെ ചിലർ ശ്രമിക്കുന്നതായും പരാതിയുണ്ട്. താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് പ്രദർശനത്തിന് വെച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യക്കാരെ പറഞ്ഞുവിടുന്നതായി നാട്ടുകാർ പരാതിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. തിങ്കളാഴ്ച രാവിലെ തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ മരണപ്പെട്ട നിർധന കുടുംബാംഗത്തിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ സർക്കാർ നൽകിയ പുതിയ ആംബുലൻസ് കുതിച്ചോടാൻ പാകത്തിൽ നിർത്തിയിട്ട് അനക്കാതെ ഡ്രൈവർമാരില്ലെന്ന കാരണം പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസിനെ ആശ്രയിക്കേണ്ടി വന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഹോസ്പിറ്റലിൽ ഒരു രോഗി ഉണ്ടായിട്ട് മരിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ എപ്പോൾ ഉണ്ടാവും, പക്ഷേ ഡ്രൈവർ ഉണ്ടാവില്ല. ഡ്രൈവറെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ പറയും ഇവിടെ വണ്ടിയില്ല, വണ്ടിയുണ്ട്, ഡ്രൈവർ വന്നിട്ടില്ല. ശമ്പളം സുഖമായിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ, അതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ഈ കാര്യത്തിന്. മറ്റുള്ള കാര്യം നമുക്കറിയില്ല, പക്ഷേ ഈ ആംബുലൻസ് ഇവിടെ ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ആലിൻകീഴിൽ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും ഉദ്ബോധന പ്രഭാഷണവും സംഘടിപ്പിച്ചു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അതുകൂടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ സമൂഹത്തിലുമെല്ലാം ആലിൻകീഴിൽ നൂറുൽ ഹുദ മദ്രസ ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമവും ഉദ്ബോധനവും നടന്നത്. ചടങ്ങിൽ AMJ റിലീഫ് കമ്മിറ്റി ചെയർമാൻ M മുഹമ്മദ് അലി ഹാജി അധ്യക്ഷനായി. അബ്ദുൾ റഷീദ് സഅദി സന്ദേശപ്രസംഗം നടത്തി. A താരിഖ്, ഉമർ അസ്സനി, M അബ്ദുള്ള ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി CWSA പ്രവർത്തകർ മാതൃകയായി. മാടായിയിലെ നിർധന കുടുംബാംഗമായ PV മാധവിക്കാണ് കോൺക്രീറ്റ് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകിയത്.
വീട് നിർമ്മാണത്തിന്റെ കോൺക്രീറ്റ് ജോലി പൂർണ്ണമായും സൗജന്യമായി ചെയ്തു നൽകിയാണ് കൺസ്ട്രക്ഷൻ വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പഴയങ്ങാടി യൂണിറ്റ് പ്രവർത്തകർ മാതൃകയായത്. ഈ മാസം തന്നെ ഇത് രണ്ടാമത്തെ വീടാണ് ഇവരുടെ കൂട്ടായ്മയിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയത്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ സേവനം നൽകി വരുന്നത്. 1 ലക്ഷത്തോളം ചിലവ് വരുന്ന പ്രവൃത്തിയാണ് ഇവർ സൗജന്യമായി നൽകി വരുന്നത്. ഇവരുടെ സേവനം പാവപ്പെട്ട കുടുംബത്തിന് ഏറെ ആശ്വാസമായി. CWSA പ്രവർത്തകരായ സജീവൻ NB, OV രാമചന്ദ്രൻ, U നന്ദനൻ, വിജയൻ, PV രാധാകൃഷ്ണൻ, PV ചന്ദ്രൻ, BP സുരേഷ്, MB സുരേഷ്, V മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സര വിജയികൾക്ക് 1,60,000 രൂപ പ്രൈസ് മണി നൽകുന്ന മലബാർ ജലോത്സവം ഓഗസ്റ്റ് 29-ന് കൗവായിക്കായിലെ ഇടയിലക്കാട് ബണ്ട് പരിസരത്ത് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം തൃക്കരിപ്പൂരിൽ K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമയും മെട്ടമൽ ബ്രദേഴ്സ് മെട്ടമലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മലബാർ ജലോത്സവം ജലമാമാങ്കമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള ജനകീയ സംഘാടക സമിതി രൂപീകരണ യോഗം തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. മലബാർ ജലോത്സവം കാണികളുടെ എണ്ണക്കൂടുതൽ കാരണം സങ്കീർണമാകുന്നതിന്റെ ഭാഗമായാണ് ജലോത്സവം വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് K. കുഞ്ഞിരാമൻ MLA പറഞ്ഞു. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും എല്ലാം വലിയ ഒരു മേളയായിട്ട് അത് ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇപ്പോൾ ജലമേളകൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ശരവേഗത്തിൽ ലക്ഷ്യത്തോടെടുക്കുന്ന 25 തുഴയും ചുരുളൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 1 ലക്ഷം രൂപയും 15 തുഴയും വള്ളങ്ങളുടെ മത്സര വിജയികൾക്ക് 60,000 രൂപയുമാണ് സംഘാടകർ നൽകുന്ന പ്രൈസ് മണി. C. ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ P. കോരൻ മാസ്റ്റർ, KV ഗംഗാധരൻ, KK രാജേന്ദ്രൻ, KV ലക്ഷ്മണൻ, T. ഗംഗാധരൻ, MV യൂസഫ് അലി, ബാലകൃഷ്ണൻ മാസ്റ്റർ, A. അച്യുതൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ജുനൈദ് മെട്ടമൽ സ്വാഗതവും മുബഷീർ നന്ദിയും പറഞ്ഞു. K. കുഞ്ഞിരാമൻ MLA ചെയർമാനും തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ കൺവീനറും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വർക്കിംഗ് ചെയർമാനുമായുള്ള 101 അംഗ സംഘാടക സമിതിയാണ് ജലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാഠപുസ്തക വിതരണം വൈകുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി DYFI പ്രവർത്തകർ രംഗത്ത്. DYFI മാതമംഗലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്തിൽ, വടശ്ശേരി LP സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പാഠപുസ്തകങ്ങളുടെ പകർപ്പ് വിതരണം ചെയ്തു. ഓണപരീക്ഷ അടുത്തെത്തിയിട്ടും വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്താത്ത പശ്ചാത്തലത്തിൽ പുതിയ സമരവുമായി DYFI രംഗത്തെത്തി. വടശ്ശേരി LP സ്കൂളിൽ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിച്ചാണ് DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മാതൃകയായത്. സ്കൂളിലെ 50ഓളം കുട്ടികൾക്ക് പാഠപുസ്തകം വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ ടാബ് ഉപയോഗിക്കണം, ഇന്റർനെറ്റ് ഉപയോഗിക്കണമെന്ന് മന്ത്രി പറയുമ്പോൾ ഇത് പാവപ്പെട്ട വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണെന്ന് പാഠപുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് K. രാജൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലുമാണ് പാഠപുസ്തകം കിട്ടാതിരുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പാഠപുസ്തകം അച്ചടിക്കുന്നത് A. രാജേഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ശോഭന, ദീപേഷ് MV, K. രതീഷ്, P. ഷിബു, JSTP തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ MV സുനിൽകുമാർ അക്ഷരദീപം കൊളുത്തി. സ്വാമി ചിന്മയാനന്ദ സരസ്വതിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ചിന്മയ ജ്യോതി പ്രയാണത്തിന് പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം. പയ്യന്നൂരിലെ ചിന്മയ മിഷൻ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ജ്യോതി ഘോഷയാത്രയെ പയ്യന്നൂരിൽ വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ സ്വീകരിച്ചു. തുടർന്ന് ജ്യോതിയെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്തേക്ക് ആനയിച്ചു. ക്ഷേത്ര പരിസരത്ത് നടന്ന ജില്ലാ സമാപന സമ്മേളനത്തിൽ M. വിജയരാഘവൻ അധ്യക്ഷനായി. മുകുന്ദ ചൈതന്യ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ഡോക്ടർ K. ഗോപിനാഥ്, KVR പയ്യന്നൂർ, അത്തായി പത്നി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ നഗരത്തിലെ കടകളിൽ മോഷണം നടത്തിയത് 3 അംഗ സംഘമാണെന്ന സൂചന പോലീസിന് ലഭിച്ചു. കണ്ണൻസ് കഫേ, ആയുർവേദ ഷോപ്പ്, പ്രഭൂസ് സൈക്കിൾ ഷോപ്പ് എന്നിവിടങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം അരങ്ങേറിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് പയ്യന്നൂരിലെ കടകളിൽ മോഷണ ശ്രമം നടന്നത്. 5 തവണയായി മോഷണം നടന്ന കണ്ണൻ കഫേയിൽ ഓരോ തവണയും മോഷണം നടക്കുമ്പോഴും കള്ളൻ കയറാതിരിക്കാൻ ഓരോ പഴുതുകൾ അടക്കുമ്പോഴും അതിനെ മറികടന്ന് അകത്തു കടക്കുകയായിരുന്നു മോഷ്ടാക്കൾ. മോഷണത്തിന് പിന്നിലെന്ന് കരുതുന്ന 3 അംഗ സംഘം നേരത്തെ സമീപത്തെ 8ഓളം കടകളിൽ ഒറ്റ രാത്രി കൊണ്ട് താഴി തകർത്ത് മോഷണം നടത്തിയിരുന്നു.
മോഷണ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടും ഇതുവരെയും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ രാത്രി നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് ഇവർ തന്ത്രങ്ങൾ മെനയുന്നതെന്ന് വ്യക്തം. പകൽ സമയത്ത് സ്റ്റേഡിയം റോഡിലും മറ്റും ഇത്തരക്കാർ വന്നു പോകുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുമില്ല. കടകളുടെ ചുമർ തുരന്ന് മോഷണം നടക്കുന്നത് വ്യാപാരികൾക്ക് ദുരിതമാകുകയാണ്. പോലീസ് നൈറ്റ് പെട്രോളിംഗ് നടക്കുന്നുണ്ടെങ്കിലും മോഷ്ടാക്കൾ ഇവരുടെ കണ്ണ് വെട്ടിച്ച് മോഷണം നടത്തുന്നത് പോലീസിന് തലവേദനയായി മാറിയിട്ടുണ്ട്. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഠപുസ്തക വണ്ടി പ്രയാണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പാഠപുസ്തക വണ്ടി പ്രയാണം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ പുസ്തക അച്ചടിയുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തികച്ചും അലംഭാവം നിറഞ്ഞിട്ടുള്ള സമീപനം പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്നുള്ളത് നാം കാണുകയാണ്. ഏരിയ പ്രസിഡന്റ് ബബിൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിറാജ് മുഖ്യപ്രഭാഷണം നടത്തി. ലജീഷ് MK, അർജുൻ TV, M മിഥുൻ എന്നിവർ പ്രസംഗിച്ചു. 8ഓളം സ്കൂളുകളിൽ പുസ്തകം വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല ശാഖ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF എന്നിവ സംയുക്തമായി ഉത്തരമേഖല ഖുർആൻ പാരായണ മത്സരം, ശിഹാബ് തങ്ങൾ സമാശ്വാസ പദ്ധതി 7ാം ഘട്ട ഉദ്ഘാടനം തുടങ്ങിയവ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കൂട്ടുപ്രാർത്ഥനയും സമൂഹ നോമ്പുതുറയും നടന്നു. സൈനുൽ ആബിദ് ഇൻ തങ്ങൾ കുന്നുങ്കൈ നേതൃത്വം നൽകി. അമലുകളും ഇബാദത്തുകളും പഠിക്കുന്നതിനെ കൊച്ചാക്കി വെറും ഫർള് കിഫയായ ഉസ്ലിന്റെ മുകളിൽ മാത്രം നാം ശ്രദ്ധ പതിപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചടങ്ങിന്റെ ഭാഗമായി ഉത്തര കേരള ഖുർആൻ പാരായണ മത്സരവും ശിഹാബ് തങ്ങൾ സമാശ്വാസ പെൻഷൻ പദ്ധതിയുടെ 7ാം ഘട്ട ഉദ്ഘാടനവും നടന്നു. റംസാൻ പാരായണത്തിനു പുറമെ റമളാൻ ചിന്തകൾ, പ്രസ്ഥാനിക സംഗമം, പൊതുസമ്മേളനം എന്നിവയും നടന്നു. ഖുർആൻ പാരായണ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം മുക്താർ അബ്ദുള്ള നിർവഹിച്ചു. തൊഴിലുപകരണ വിതരണം, പുതുവസ്ത്ര വിതരണം, ചികിത്സാ സഹായ വിതരണം, റമളാൻ കിറ്റ് വിതരണം എന്നിവയും നടന്നു. തുടർന്ന് നടന്ന കൂട്ടപ്രാർത്ഥനയിലും സമൂഹ നോമ്പുതുറയിലും നിരവധി പേർ പങ്കെടുത്തു. 2 വൃക്കകളും തകരാറിലായ മധ്യവയസ്കൻ തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നു. ഓലയമ്പാടിയിലെ താനോത്ത ചന്ദ്രനാണ് സുമനസുകളുടെ കാരുണ്യത്തിനായി പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത്. ഭാര്യയും 2 മക്കളുമടങ്ങുന്ന ചെറിയ കുടുംബമായിരുന്നു ചന്ദ്രൻ്റേത്. മക്കളുടെ വിവാഹമൊക്കെ നടത്തി ജീവിതം ഒരു നിലയിൽ കരുപ്പിടിപ്പിച്ച സാഹചര്യത്തിലാണ് ഓർക്കാപ്പുറത്ത് ലഭിച്ച അടിയെന്നോണം ചന്ദ്രൻ രോഗബാധിതനാകുന്നത്. ആദ്യം ഒരു വൃക്കയ്ക്ക് തകരാറെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിച്ചപ്പോഴാണ് ഇരട്ടപ്രഹരമായി രോഗം 2ാമത്തെ വൃക്കയെയും ബാധിച്ചത്. കഴിഞ്ഞ 4 വർഷമായി 2 വൃക്കയും തകരാറിലായി പരാധീനതയിലായ ചന്ദ്രൻ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 1 വർഷത്തോളമായി ഡയാലിസിസും ചെയ്തു വരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ 2 തവണ പരിയാരം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിന് വിധേയനാവുന്ന ചന്ദ്രന് ആഴ്ചയിൽ മാത്രം 3000 രൂപയോളം ചികിത്സാ ചെലവും വരുന്നുണ്ട്. ഇത്രയും ഭീമമായ തുക കണ്ടെത്താൻ ഈ കുടുംബം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് പാതി വഴിയിൽ പ്രതിസന്ധിയിലായ ജീവിതം മുന്നോട്ട് നയിക്കാൻ ചന്ദ്രനും കുടുംബവും ഉദാരമതികളുടെ സഹായം തേടുന്നത്. ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന രോഗത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ 2 മാസത്തിനുള്ളിൽ 2 വൃക്കയും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ ശസ്ത്രക്രിയ ചന്ദ്രന്റെ കുടുംബത്തിന് സ്വപ്നങ്ങൾക്കും അപ്പുറമാണ്. ഈ കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ SBT മാതമംഗലം ശാഖയിൽ 6730022719 നമ്പർ അക്കൗണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൂടുതൽ സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിച്ച് ഒരു ജീവിതം സ്വപ്നം കാണുകയാണ് ചന്ദ്രനും ഭാര്യ ലതികയും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പിലാത്ര സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മഴയാത്ര സംഘടിപ്പിച്ചു. ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് നടത്തിയ മഴയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. പിലാത്രയിൽ CK ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ മഴയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ അധ്യക്ഷനായി. ഡഗ്ലസ് K മാർക്കൂസ്, CP മുരളീധരൻ, സന്ദീപ് പാണപ്പുഴ, NV രാധാകൃഷ്ണൻ, NE നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് പെരുമ്പ ലത്തീഫിയ സ്കൂളിന്റെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജാഗ്രത എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. പകർച്ചപ്പനിയും മറ്റ് പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനുമായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് ജാഗ്രത സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശ്യാമള നിർവഹിച്ചു. ഇനിയും ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് സംഘടന മുഖാന്തരം ഒരു നിരാകാരം പോലും കിടക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളൊക്കെ. കാരണം പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് ഇത്രയും നല്ല രീതിയിൽ നടന്ന ഒരു ആശുപത്രി നടക്കാണ്ട് പോകുന്ന. കൗൺസിലർ NV കോരൻ അധ്യക്ഷനായി.
AV തമ്പാൻ വെങ്ങര ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി DMO ഡോക്ടർ മനോജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഡോക്ടർ ഷോല, ആരോഗ്യ പ്രവർത്തകരായ E. നന്ദകുമാർ, സന്തോഷ് CV, ശ്രീനിവാസൻ, രാമകൃഷ്ണൻ, ജ്യോതിലക്ഷ്മി, ഷാഹിന, പ്രദീപ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളെയും പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകി. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഒളവറ അക്കരങ്കാര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കരുണൻ മേസ്ത്രി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ മണക്കാട് യാദവസഭ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ യാദവസഭ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. യാദവസഭ മണക്കാട് യൂണിറ്റാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സംഘടിച്ച ആവശ്യങ്ങൾ പിടിച്ചുവാങ്ങേണ്ടതിന്റെ ആവശ്യകത കാലം ആവശ്യപ്പെടുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PV കുഞ്ഞിരാമൻ അഭിപ്രായപ്പെട്ടു. TV ഓഫ് ചെയ്തുകൊണ്ട് രാമനാമം ജപിക്കണം. അത് നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും അത് വളരെ ഉപകരിക്കും എന്നതാണ്. കാരണം നമ്മൾക്ക് വലിയ ഒരു പാരമ്പര്യമുള്ളതാണ്. നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യാദവ കുടുംബത്തിൽ ജനിച്ചവരാണ്. ചടങ്ങിൽ MV രാഘവൻ അധ്യക്ഷനായി. ജാതി സെൻസസ് ഉടൻ പുറത്തിറക്കുക, OBC സമുദായത്തിന് അനുവദിച്ച OBC വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ OEC സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ പ്രമേയമായി ആവശ്യപ്പെട്ടു. കരിവള്ളൂർ രാജൻ, NV കരുണൻ, പത്മനാഭൻ മണിയാണി, P. നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ ചെറുകാനം ജനക്ഷേമ സമിതി SSLC, +2, പോളി, LSS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപകാരം നൽകി അനുമോദിച്ചു. ചെറുകാനത്ത് നടന്ന ചടങ്ങിൽ BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. AV സദാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജനക്ഷേമ സമിതി പ്രസിഡന്റ് KV മോഹനൻ ചടങ്ങിൽ അധ്യക്ഷനായി. BJP ബൂത്ത് പ്രസിഡന്റ് K. ശശിധരൻ, ജനക്ഷേമ സമിതി സെക്രട്ടറി A. രാജീവൻ, വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രക്ഷാധികാരി C. ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ആശാ വർക്കർക്കുള്ള അവാർഡ് നേടിയ KK കൈരളിയെയും അനുമോദിച്ചു. ഒളവറ ഉളിയം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി M. മുരളിക്ക് നേരെ വധശ്രമം. അക്രമത്തിൽ പരിക്കുപറ്റിയ മുരളി തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പരസ്യമദ്യപാനം ചോദ്യം ചെയ്തതിനെതിരെയാണ് ഒളവറ ഉളിയം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി M. മുരളിക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ കയ്യേറ്റമുണ്ടായതായി പരാതി ഉയർന്നിരിക്കുന്നത്. ജൂലൈ 11 വൈകുന്നേരം ഉളിയം റോഡിൽ വെച്ച് ക്ലബ്ബ് സെക്രട്ടറിയെ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്യുകയും ഇനിയും ക്ലബ്ബ് പരിസരത്ത് വെച്ച് പരസ്യമായി മദ്യപിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് പരാതി. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ സെക്രട്ടറിയുടെ കൈക്കും കാലിനും തലയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ അന്ന് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കൈയുടെ ഷോൾഡർ വല്ലാണ്ട് വേദനിക്കുന്നു, തല വല്ലാണ്ട് വേദനിക്കുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ഡോക്ടറെ കാണാൻ വന്നെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറുണ്ട്, ഓർത്തോൻ്റെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആനന്ദകൃഷ്ണൻ ഡോക്ടറെ കാണിച്ചെങ്കിലും എക്സ്റേ എടുത്തപ്പോൾ ആനന്ദകൃഷ്ണൻ ഡോക്ടർ പറഞ്ഞു, ഇത് എനിക്കിപ്പം തൽക്കാലം ഇപ്പം നോക്കിയാൽ ഇത് സുഖമാവില്ല, ഒരുപാട് താമസം എടുക്കും. അതുകൊണ്ട് ഒരു ഓർത്തോൻ്റെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാനിപ്പോൾ രാവിലെ താലൂക്ക് ആശുപത്രി തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നിട്ടാണുള്ളത്. സാരമായി പരിക്കേറ്റ സെക്രട്ടറിയെ നാട്ടുകാരും ക്ലബ്ബ് മെമ്പർമാരും ചേർന്ന് തങ്കയം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബുദാബി തൃക്കരിപ്പൂർ പഞ്ചായത്ത് KMCCയുടെ സഹായത്തോടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകുന്ന ഈദ് കിറ്റിന്റെ വിതരണോദ്ഘാടനം KMCC ട്രഷറർ TP അഹമ്മദ് ഹാജി നിർവഹിച്ചു. പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് S. കുഞ്ഞഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായി. AGC ബഷീർ, MTP കരീം, MTP മുഹമ്മദ് സാലി, അഷ്റഫ് തൃക്കരിപ്പൂർ, NKP മുഹമ്മദ്, NA മജീദ്, അമീൻ കുലേരി, VKP സാദത്ത്, TS നജീബ്, TV കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സത്താർ വടക്കുംപാട് സ്വാഗതം ആശംസിച്ചു. കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായി നടത്തിവരുന്ന പെരുന്നാൾ കിറ്റ് വിതരണം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലുമായി 600ഓളം കുടുംബങ്ങൾക്കാണ് നൽകി വരുന്നത്. കുഞ്ഞിമംഗലം ടിസ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെയും ടിസ്ക് എഡ്യൂക്കേഷണൽ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മാതമംഗലം ആശ്രയ സ്വാശ്രയ സ്വയം സഹായ സംഘം അംഗങ്ങൾക്ക് റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. മുഹമ്മദ് അലി സാദി, ഇബ്രാഹിം കുട്ടി ഹാജി, ഉമ്മർ ഹാജി, ജലാലുദ്ദീൻ, K. മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. മാവിച്ചേരി ശ്രീ കുറുമ്പക്കാവിൽ പുതിയതായി നിർമ്മിക്കുന്ന ഉപക്ഷേത്രത്തിന്റെ കട്ടളവെപ്പ് കർമ്മം തിങ്കളാഴ്ച നടന്നു. ക്ഷേത്രസ്ഥാനികരും നാട്ടുകാരുമടക്കം നിരവധി പേർ സംബന്ധിച്ചു.
ബൈപ്പാസ് മെഡിക്കൽസ് പുതിയ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ HB ആർക്കേഡിലാണ് ബൈപ്പാസ് മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ബൈപ്പാസ് മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും വെറ്ററിനറി മരുന്നുകളും സ്ഥാപനത്തിൽ ലഭ്യമാകും. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. പ്രമുഖ ഡോക്ടർമാരുടെ സേവനത്തിൽ ബൈപ്പാസ് ക്ലിനിക്ക് ആഗസ്റ്റ് ആദ്യവാരത്തിൽ പ്രവർത്തനം ആരംഭിക്കും. മാറ്റൊലി പ്രതികൾക്കു നേരെ മൂന്നാം മുറയും മാനസിക പീഡനവും പ്രയോഗിക്കുന്ന ചിലരെങ്കിലും ഇപ്പോഴും പോലീസ് സേനയിലുണ്ടെന്ന് റിപ്പോർട്ട്. നമ്മുടെ പോലീസിനെ ജനകീയമാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ വേണ്ടത്ര ഫലം കണ്ടില്ലെന്ന് വേണമോ മനസ്സിലാക്കാൻ. പ്രതികരണങ്ങൾ. ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളെയെല്ലാം തന്നെ അടിച്ചൊതുക്കുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ പോലീസിൻ്റെ മുറകളെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പോലീസിൻ്റെ മൂന്നാം മുറകളെല്ലാം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് പോലീസിനെയെല്ലാം തന്നെ ജനകീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥകളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന സ്ഥിതിയിൽ ഇത്തരത്തിൽ പോലീസിൻ്റെ തെറ്റായ നിലപാടുകളെല്ലാം തന്നെ മാറ്റിത്തീർക്കാനാവശ്യമായ പ്രവർത്തനങ്ങളും അതിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ഈ കേരളത്തിൽ പോലീസ് നടത്തുന്ന അഴിഞ്ഞാട്ടം സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ഒരു അഴിഞ്ഞാട്ടമാണ്. ഈ കേരളത്തിനകത്ത് ചെറുപ്പക്കാരെയും മറ്റ് ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുക, അതുപോലെ തന്നെ കള്ളക്കേസുകൾ ഉൾപ്പെടുത്തി അവരെ ജയിലിലടക്കുക, അങ്ങനെ ഒരുപാട് ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അതിക്രമങ്ങളാണ് കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. കോട്ടയത്തെ സിബി എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ കേരളത്തിലെ UDF സർക്കാരിൻ്റെ ചെന്നിത്തലയുടെ പോലീസ് അതിഭീകരമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഉരുട്ടിക്കൊല്ലപ്പെട്ടത്. UDF സർക്കാർ അധികാരത്തിലേറ്റ പിന്നെ കേരളത്തിലെമ്പാടും ഇങ്ങനെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അതിഭീകരമായ ലാത്തി ചാർജും മൂന്നാം മുറ പ്രയോഗവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനത്തെ മലിനപ്പെടുത്തുവാൻ കുറേ ആളുകൾ ഈ പോലീസിൻ്റെ നടപടിക്രമം വൃത്തികേട് കാണിച്ചുകൊണ്ട് അവരുടെ മൊത്തം പേര് ചീത്തയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൽക്കരിക്കാം തീർച്ചയായിട്ടും ഈ ചെയ്യുന്ന പലതൊക്കെയും ചെയ്യുന്നതെല്ലാം മനുഷ്യത്വരഹിതമായിട്ട് ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന കുറ്റങ്ങളെല്ലാം ഒരു ഇതൊക്കെ വെച്ചാൽ അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കാതെ കണ്ട് പിന്നെ മുഴുവൻ കുറ്റങ്ങളും ഈ പോലീസിന് മേലെ ആദ്യം തന്നെ ചുമത്തിയിട്ട് അതിൻ്റെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ അത്ര ശരിയാണ്. കാരണം ഇതിനെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തണം ആദ്യം. പോലീസിനെ സംബന്ധിച്ചൊരു മനുഷ്യത്വരഹിതമായ പോലീസിൻ്റെ ഒരു നടപടിയാണ് തെറ്റ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് പല കാലഘട്ടങ്ങളിലായിട്ട് ജനകീയമായിട്ട് പരിഷ്കരിക്കണം, ജനകീയമായിട്ട് ജനങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധത്തിൽ പോകണമെന്നൊക്കെ വകുപ്പ് മന്ത്രിമാരും പോലീസിൻ്റെ തലവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് അതിൽ നിന്നും കേരളത്തിലെ പോലീസ് ഇവരെ മാറിയായിട്ട് കാണുന്നില്ല. ഇനി അറിയിപ്പുകൾ. മാത്തിൽ റബ്ബർ ഉൽപാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ കർഷക സംഗമം ജൂലൈ 14 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മാത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടക്കും. കുഞ്ഞിമംഗലം റോട്ടറി ക്ലബിന്റെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂലൈ 14 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റെപ്പ് 2 സക്സസ് ഏകദിന പരിശീലന പരിപാടി നടക്കും. മണിയറ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവത്തിൽ തീച്ചാമുണ്ടിയുടെ കോലം ധരിച്ച മലയൻപറമ്പിൽ ജിജുവിന് ജൂലൈ 14 ചൊവ്വാഴ്ച മണിയറ ശ്രീ പൂമാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പട്ടും വളയും കൊടുത്ത് ആചാരപ്പെടുത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം വധക്കേസ് പയ്യന്നൂരിൽ ജനകീയ സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സമരം പിന്നിട്ടത് 2 മാസം. ഒരു ദേശം മുഴുവൻ മുറവിളിയുയർത്തിയിട്ടും അനുകൂല തീരുമാനമെടുക്കാതെ സർക്കാർ. ഈസ്റ്റേൺ ഏരിയയിലെ ഗ്രൂപ്പ് പോരും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അച്ചടക്ക നടപടിയും. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തില്ലെന്ന് ഉറപ്പായി. കണ്ണൂർ ബൈന്ദൂർ പാസഞ്ചറിന് ഏഴിമലയിൽ സ്റ്റോപ്പ് അനുവദിക്കുക, സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കുഞ്ഞിമംഗലം റെയിൽവേ സ്റ്റേഷനു മുന്നിൽ ജ്വാലാപ്രവർത്തകരുടെ ധർണ. വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനുമെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പാഠപുസ്തക സമരം. SFIയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുസ്തകവണ്ടി ജനശ്രദ്ധ പിടിച്ചുപറ്റി.
തൃക്കരിപ്പൂർ തങ്കയം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് സൗകര്യം സാധാരണക്കാരായ രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നതായി പരാതി. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാൻ സർക്കാർ ആശുപത്രിയിലെ ചിലർ ചരട് വലിക്കുന്നതായും ആക്ഷേപമുയരുന്നു. മാടായിയിലെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി കോൺക്രീറ്റ് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുടെ സാമൂഹ്യ സേവന പ്രവർത്തന മാതൃക. പ്രസിദ്ധമായ മലബാർ ജലോത്സവത്തിന് ഇത്തവണ കൗവായിക്കായൽ വേദിയാകും. ഓഗസ്റ്റ് 29-ന് കൗവായിക്കായലിലെ ഇടയിലക്കാട് ബണ്ട് പരിസരത്ത് നടക്കുന്ന ജലമേളയുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.